മതവും ജാതിയും നിറവും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന പുതിയ കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ പുതിയ മാതൃക തീർക്കുകയാണ് സദാനിലയ ഭവനിലെ പരേതയായ പത്മാവതി അമ്മയുടെ മക്കളും ബന്ധുക്കളും. നമ്മളെ ഒക്കെ ഏകോദര സഹോദരന്മാരെ മാതിരിയാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മരിച്ച ദിവസം ഈ നോമ്പ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ അയൽവാസികളെയും നമ്മുടെ ബാക്കിയുള്ള അന്യ സമുദായക്കാരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു നോമ്പ് തുറ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഇപ്പോൾ ഞാൻ ഒരു 21 വർഷമായി ഈ നോമ്പ് തുറ പരിപാടി നമ്മളെ കട്ടക്കാൽ പള്ളിയിലായിരുന്നു. പത്മാവതി അമ്മ മരിച്ചതിന്റെ 13ാം ദിവസത്തെ ചടങ്ങ് മക്കളും കുടുംബങ്ങളും നടത്തിയത് പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാർക്ക് നോമ്പുതുറ ഒരുക്കിക്കൊണ്ടാണ്. മക്കളായ പ്രഭാകര, ജയരാമ, ഉഷാകുമാരി, കമലാക്ഷ, ശ്യാമളകുമാരി, മഞ്ജുനാഥ, ഹരിചന്ദ്ര, സുരേഷ് കുമാർ, മമത എന്നിവരാണ് അമ്മയ്ക്ക് വേണ്ടി നോമ്പുതുറ സംഘടിപ്പിച്ചത്. അപ്പോൾ നോമ്പ് തുറ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മരുമക്കളും ഞങ്ങളായിട്ട് ഒരു നല്ലൊരു സന്ദേശമാണ്. നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്ന സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ അമ്മയുടെ 13ാം അടിയന്തരത്തിന് ശരിക്കും ഇവരെല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. ഈ പുണ്യമാസത്തിൽ റമദാൻ മാസത്തിലായതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് അവരത് വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെയാണ് ഈ നോമ്പ് തുറ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അമ്മ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നുവെന്നും മക്കളെയും അമ്മ പഠിപ്പിച്ചത് അതാണ് എന്നും അതുകൊണ്ടാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം നോമ്പുതുറ ഒരുക്കിയത് എന്നും മക്കൾ റിയൽ ഇന്ത്യ വിഷനോട് പറഞ്ഞു. ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ എല്ലാവരും മുമ്പോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ആ രീതിയിൽ തന്നെ പരതയായ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തുള്ള പ്രാർത്ഥനയും ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രാർത്ഥനയും നന്നായി നടക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ അരമങ്ങാനത്തിലെ പ്രബലമായ ഒരു കുടുംബത്തിൻ്റെ തണൽ മാത്രമല്ല, അരമങ്ങാനത്തിൻ്റെ മുഴുവൻ ഒരു സ്നേഹിക്കുന്ന അമ്മയായിരുന്നു അത്. അതാണ് നമ്മൾ മരണാനന്തര ചടങ്ങിലൊക്കെ മുഴുവൻ ജാതി മതത്തിന് അതീതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നേരത്തെ ഗണേശൻ പറഞ്ഞ പോലെ തന്നെ കാഴ്ച തിരുമുൽ കാഴ്ച പാലക്കുന്ന് ഭരണി മഹോത്സവത്തിന് ഗംഭീരമൊരു കാഴ്ച കൊണ്ടുപോകുമ്പോൾ തന്നെ അരമങ്ങാനം പള്ളിയിൽ നിന്നും മറ്റേ ചെമ്മായത്ത് മേൽപ്പറമ്പിൽ വെച്ചും മുസ്ലിം സഹോദരങ്ങൾ എല്ലാം മറന്ന് സ്നേഹത്തോടെ ലഡു വിതരണം, മധുരപലഹാര വിതരണവും പാനീയങ്ങളും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടെ നൽകി എല്ലാവരും ആസ്വദിച്ച് ഒരു കാഴ്ച വലിയൊരു മതേതരത്തിൻ്റെ കൂട്ടായ്മയായിരുന്നു. നമ്മളെല്ലാവരും അതുപോലെ നമുക്ക് സ്നേഹം തന്നതും നമ്മൾ സ്നേഹിച്ച ഒരു അമ്മയാണ്. ആ അമ്മയുടെ ഇന്നത്തെ 13ാം ദിവസം ഇന്ന് അടിയന്തരം നടന്നു. മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും പുണ്യമായ ആഘോഷിക്കുന്ന ഈ റമസാൻ മാസത്തിൽ ഈ വൈകുന്നേരങ്ങളിൽ ഒരു നോമ്പ് നിറ കൊടുക്കണം എന്നുള്ളൊരു ചർച്ച അവർ വരികയും അതുപ്രകാരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് ഈ അരമങ്ങാനം. ഇവിടെ 2017 കഴിഞ്ഞ വയനാട്ട് കുലവൻ തെയ്യംകെട്ടിലും മുസ്ലിം സഹോദരന്മാരുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന പാലക്കുന്ന് ഭരണി ഉത്സവത്തിന് അരമങ്ങാനത്ത് പുറപ്പെട്ട കാഴ്ചക്ക് മേൽപ്പറമ്പിൽ ലഡു വിതരണവും ജ്യൂസ് വിതരണവും ഒക്കെ മക്കൾക്ക് പുറമെ നോമ്പു തുറയ്ക്ക് നേതൃത്വം നൽകിയ പത്മാവതി അമ്മയുടെ കുടുംബാംഗങ്ങളുടെ പേരുകൾ ചന്ദ്രശേഖര, കുടുംബത്തിലെ കാരണവരായ ഗോപാലകൃഷ്ണ അരമങ്ങാനം, പത്മാവതി അമ്മയുടെ ഭർത്താവിന്റെ സഹോദരങ്ങളായ ശ്രീധരൻ, മരുമക്കളായ ശാന്തപ്പയ്യ, ജനാർദ്ദന, ബാബുരാജ് മരവയൽ എന്നിവരും ഈ പുണ്യപ്രവർത്തിക്ക് നേതൃത്വം നൽകി. എല്ലാവരും ഒന്നിച്ചു പോവുക എന്നതാണ് ഈ സമൂഹ നോമ്പുകളുടെ സന്ദേശം.